അങ്കദനെ ദൂതനായിട്ട് നിയോഗിക്കണം എന്ന് നിശ്ചയിച്ചു. രാവണൻ നയജ്ഞനോ അതോ ദണ്ഡ്യനോ എന്നറിവാനായിക്കൊണ്ട് ദൂതനായി അങ്കദനെ പറഞ്ഞയക്കണം എന്ന് നിശ്ചയിച്ച് സുഗ്രീവനോട് കൽപ്പിച്ച സമയത്ത് സുഗ്രീവൻ വേഗം അങ്കദനെ വിളിച്ചു വരുത്തി അങ്കദനോട് ഈ വൃത്താന്തങ്ങൾ മുഴുവൻ പറഞ്ഞു. ആ വാനരന്മാർക്ക് മുഴുവൻ സന്തോഷമായി. അന്യൈ കപിവരൈ സംഭാവിത, അവരെ എല്ലാവരെയും കണ്ടുകൊണ്ട് നടിച്ച് യാത്രയൊക്കെ ചോദിച്ച് അങ്കദൻ എന്ത് ചെയ്തു? പ്രാകാരാഗ്രഗത, അവിടുന്ന് കൊടുത്തൊരു ചാട്ടം ആ ലങ്കയുടെ മതിലിൻ്റെ മുകളിലേക്ക് അവിടെ ചെന്ന് ആ മതിലിൻ്റെ മുകളിൽ അവിടെ അങ്ങോട്ട് ഇരുന്നപ്പോൾ ലങ്കയിലത്തെ സ്ഥിതി എന്താ? രാവണൻ നഗരരക്ഷയെ ചെയ്തിട്ടുണ്ട്. വാനരന്മാർ 4 പുറവും വന്ന് നിറഞ്ഞേക്കണു. ഒരു വാനരൻ പോലും ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കരുത് എന്ന് കണക്കാക്കി സൈന്യങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. ആ സൈന്യങ്ങൾ മതിലുകളിലെ ഇടയ്ക്ക് കിടങ്ങുകളിലും മറ്റായിട്ട് അവർ ആയുധധാരികളായിട്ട് വർത്തിക്കണു. ആ സമയത്താണ് അവർ സൈന്യങ്ങളാവുമ്പോൾ ഒരു ദിക്കിൽ നിൽക്കുമ്പോൾ പരസ്പരം സംഭാഷണം ഉണ്ടാവും. ഈ സംഭാഷണങ്ങൾ അധികം ഈ വീരവാദമായിട്ടാണ് ഉണ്ടാവുക. അങ്ങനെയാണ് ഈ സൈന്യത്തിൽപ്പെട്ട ആളുകളുടെ ഒരു സ്വഭാവമാണ്. പ്രത്യേകിച്ച് പഴയ യുദ്ധങ്ങളിലെ കഥ പറയുക, അങ്ങനെ പല വർത്തമാനങ്ങളും കേട്ടോ. കണ്ടോ എൻ്റെ കുന്താം എന്തോത്? ആ കഴിഞ്ഞ പാതാള യുദ്ധത്തിന് ഞാൻ ഇതുകൊണ്ടൊരു പ്രയോഗം ഉണ്ടായിട്ടുണ്ട്. ഒരു കുത്തങ്ങോട്ട് കുത്തിയപ്പോൾ ഒരു 4 എണ്ണം അങ്ങോട്ട് കോർന്ന് പോകുന്നതേ. എന്നാൽ താൻ വല്ല പഴക്കൊലയുടെ മുകളിലൊക്കെ കുത്തി ഉണ്ടാവുക. ഒരു കുത്തിൽ 4 എണ്ണം കോർന്നുണ്ടെങ്കിൽ ഒന്നല്ല, ഇതെടുത്തങ്ങോട്ട് ഒരു പ്രയോജനമല്ല. കുരങ്ങൻ്റെ കഥ അപ്പം അങ്ങോട്ട് കഴിയും. ഇനി ഒരു കുരങ്ങൻ അങ്ങോട്ട് വന്നാൽ ഇതുകൊണ്ടൊരു കുത്താ. തൻ്റെ കുന്തം പോലെയല്ല എൻ്റെ ഗത കണ്ട. ആ തൻ്റെ കുന്തം കൊണ്ട് കുത്താനേ പറ്റുള്ളൂ. ഇതുകൊണ്ട് അവൻ്റെ മണ്ടയ്ക്കൊരു പ്രഹരം അതങ്ങോട്ട് കിട്ടി അവൻ്റെ തലമണ്ട അപ്പ പൊളിയും. ആ ഇങ്ങനെ ഓരോരോ വർത്തമാനങ്ങളുണ്ട്. അങ്ങനെ ഈ വീരപാഠങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അടേ ഇങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കും. കുരങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ചാടി കിടക്കും. മനസ്സിരുത്തി നിന്നോളൂ കേട്ടോ. അങ്ങനെ പറയും അടാ ഒരു കുരങ്ങൻ. ആ അങ്കദൻ അവിടുന്ന് അങ്ങോട്ട് ചാടി മതിലിൻ്റെ മുകളിൽ അങ്ങോട്ട് വന്നിരുന്നത് കണ്ടേ. ഇത്ര നേരം വീരപാഠമൊക്കെ പറഞ്ഞു. ആ അങ്കദനെ അങ്ങോട്ട് കണ്ടതോടുകൂടി അവർ കിടുന്നതിനെ ഇങ്ങനെ പറക്കാൻ തുടങ്ങി. അപ്പം എടോ അടാ ഒരു കുരങ്ങൻ. കുരങ്ങൻ വന്ന സ്ഥിതിക്ക് ഇനി പേടിക്കണം. കുരങ്ങൻ്റെ അടുത്തേക്ക് തന്നെ അവൻ കഥ കഴിക്കുമെന്നാ പേടി. അതല്ല, കുരങ്ങൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കൂടിയാൽ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ നമ്മുടെ സ്വാമ്യവും നമ്മുടെ കഥ കഴിക്കും. എന്തായാലും നമ്മുടെ കഥ കഴിയും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ആ അങ്കദൻ അവിടുന്ന് അങ്ങോട്ട് ചാടി മതിലിൻ്റെ മുകളിൽ അങ്ങോട്ട് വന്നിരുന്നത് കണ്ടേ. ഇത്ര നേരം വീരപാഠമൊക്കെ പറഞ്ഞു. ആ അങ്കദനെ അങ്ങോട്ട് കണ്ടതോടുകൂടി അവർ കിടുന്നതിനെ ഇങ്ങനെ പറക്കാൻ തുടങ്ങി. അപ്പം എടോ അടാ ഒരു കുരങ്ങൻ. കുരങ്ങൻ വന്ന സ്ഥിതിക്ക് ഇനി പേടിക്കണം. കുരങ്ങൻ്റെ അടുത്തേക്ക് തന്നെ അവൻ കഥ കഴിക്കുമെന്നാ പേടി. അതല്ല, കുരങ്ങൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കൂടിയാൽ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ നമ്മുടെ സ്വാമ്യവും നമ്മുടെ കഥ കഴിക്കും. എന്തായാലും നമ്മുടെ കഥ കഴിയും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ആ ഇപ്പം എന്താ ചെയ്യുക? കുരങ്ങനെ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്താൻ പറ്റില്ല. എന്നാൽ അവനെ പിടിക്കാവനെ എന്നിട്ട് പറഞ്ഞ് അങ്കദനെ ഇരിക്കുന്ന ദിക്കിലേക്ക് ആ ആദ്യത്തെ കിടങ്ങിലുണ്ടായിരുന്ന രാക്ഷസന്മാരൊക്കെ അങ്ങോട്ട് ചെന്നു. ആ രാക്ഷസന്മാർ, ആ മതിലിൻ്റെ ഉള്ളിൽ രാക്ഷസന്മാർ അങ്ങോട്ട് എത്തിയപ്പോൾ അങ്കദൻ എന്ത് ചെയ്തു? പ്രാകാരാഗ്രഗത, അടുത്ത മതിലിൻ്റെ മുകളിലേക്ക് കൊടുത്തു ഒരു ചാട്ടം. അങ്ങനെ ചാടിയപ്പോൾ അവിടെയുള്ള രാക്ഷസന്മാരും ഇങ്ങനെ ഓരോരോ സൈന്യങ്ങളിങ്ങനെ കാണുന്നുണ്ട് അങ്കദൻ വരണതേ. അങ്ങനെ അവർ വന്നപ്പോൾ അങ്കദൻ വീണ്ടും ചാടി പ്രാകാരാഗ്രഗത, അടുത്ത മതിലിൻ്റെ മുകളിലേക്ക് ചാടി. ഇങ്ങനെ ചാടി 7 മതിലങ്ങോട്ട് ചാടി അവസാനത്തെ മതിലിൻ്റെ മുകളിൽ അവിടെ അങ്ങോട്ട് എത്തി. അവിടെ എത്തിയപ്പോഴേക്ക് ഈ സൈന്യങ്ങൾ മുഴുവൻ അവിടെ എത്തിയിട്ടുണ്ട്. അങ്കദൻ്റെ 4 പുറം അവിടെ അങ്ങനെ വന്നു. അങ്കദൻ ഇതൊന്നും കണ്ടു എന്ന് അടിച്ചിട്ടുമില്ല. ആ മതിലിൻ്റെ മുകളിൽ അവിടെ അങ്ങനെ ഇരിക്കണു. അങ്ങനെ ഇരിക്കുമ്പോൾ രാക്ഷസന്മാരിങ്ങനെ വന്നു, ദാ അവനേ ആ മതിലിൻ്റെ മുകളിലപ്പോൾ ഇരിക്കണത്. എന്താ ചെയ്യുക? അവൻ്റെ കഥ എങ്ങനെയെങ്കിലും കഴിക്കണം. അവൻ്റെ മുമ്പിൽ ചെന്നിട്ട് പ്രയോജനമൊന്നുമില്ല. ഉണ്ടോ? കോരങ്ങനെ ഇരിക്കണതിൻ്റെ മുമ്പിലേക്ക് ചെന്നിട്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നണില്ല. പിന്നിൽ ചെന്നാൽ എന്താ പ്രയോജനം? പിന്നിൽ ചെന്നാൽ പ്രയോജനം ഉണ്ട്. ഈ കുരങ്ങന്മാരുടെ ശക്തി മുഴുവൻ വാലിലാണെന്ന് പറയാറുണ്ട്. ഇതൊക്കെ താൻ കേട്ടിട്ടുണ്ടാവും. അത്ര പരിചയമില്ലേ? ഈ കുരങ്ങനുമായിട്ടുള്ള പരിചയമൊന്നുമില്ല, അധികമില്ലേ? ഉള്ള ആളുകൾക്കറിയാം, കുരങ്ങന്മാരുമായിട്ട് പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് മനസ്സിലാവും ഈ കുരങ്ങൻ്റെ ശക്തി വാലിൻ്റെ മുകളിലാണെന്നാ പറയുക.
അപ്പോൾ ഇപ്പോൾ മതിലിൻ്റെ മുകളിലല്ലേ ഇരിക്കണത്, അവിടെ ചെന്ന അവൻ്റെ വാലിൽ ഇങ്ങോട്ട് പിടിക്കുക. പിടിക്കണതോടുകൂടി ആ മതിലിൻ്റെ മുകളിൽ നിന്ന് അവനെ വലിച്ചിങ്ങോട്ട് കീഴ്പോട്ട് ഇറക്കണം. ഇറക്കി തലയ്ക്ക് മുകളിൽ 3-4 ചിറ്റി ആ മതിലിൻ്റെ മുകളിലേക്ക് എന്നൊരു പ്രഹരം. ആ പ്രഹരം കഴിയണതോടുകൂടി അവൻ്റെ കഥ ഇങ്ങോട്ട് കഴിയണം. എന്താ എടോ അതൊക്കെ പറ്റുമോ? അത് പരിഭ്രമിക്കൊന്നും വേണ്ട, അതൊക്കെ പറ്റും. ഇനി എന്ന് മാത്രമല്ല, അങ്ങനെ കുരങ്ങൻ്റെ കഥ കഴിച്ചാൽ പിന്നത്തെ പ്രയോജനം എന്താണെന്നുള്ളതറിയോ? സ്വാമി അന്വേഷിക്കില്ലേ? ആരൊക്കെയാ കുരങ്ങൻ്റെ കഥ കഴിക്കാണ്ടായിരുന്നേ? എല്ലാവരും ഉണ്ട്. എന്നാൽ അത് എല്ലാവർക്കും ഉണ്ടോ സമ്മാനം. സ്വാമിയുടെ കയ്യിൽ നിന്ന് സമ്മാനവും കിട്ടും. അങ്ങനെ സമ്മാനം കിട്ടുമോ? സമ്മാനം കിട്ടും, സംശയമില്ല. എന്നാ ഒരു കൈ നോക്കാം.